നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് തുടങ്ങി. മണ്ഡലം കമ്മിറ്റികൾ വഴി ജില്ലാ സെക്രട്ടേറിയറ്റ് ശേഖരിച്ച കണക്കുകൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയാണ്. കണ്ണൂരിലായതിനാൽ യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല. AK സ്റ്റെഫിൻ വിവരങ്ങളുമായി. സ്റ്റെഫിൻ, ഇപ്പോൾ ഇന്നലെ ജില്ലാ സെക്രട്ടേറിയറ്റുകളുടെ വിലയിരുത്തലിന്റെ വിശദാംശങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചതാണ്. അതിൽ വയനാട് ജില്ലാ സെക്രട്ടേറിയറ്റ് ഇന്നിപ്പോൾ ചേരുന്നതേ ഉള്ളൂ എന്തായിരുന്നു ഇന്നലെ വന്ന വിവരം. അപ്പോൾ അതൊഴികെ 13ഇടത്തെയും എന്താണ് പാർട്ടിയുടെ വിലയിരുത്തൽ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയുണ്ടായിരുന്നു. ഏത് നിലയിലാണ് ചർച്ചകൾ മുന്നോട്ട് പോവുക, ഏത് നിലയിലുള്ള ഒരു അവലോകനം നടക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ ചർച്ചകളാണ് ഏതായാലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ നടക്കുക. കാരണം വോട്ട് കണക്കുകൾ മണ്ഡലം കമ്മിറ്റികളിൽ നിന്നെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ പോലും അത് പരിപൂർണ തലത്തിലേക്ക് എത്തിയിട്ടില്ല. ബൂത്ത് കമ്മിറ്റികളിൽ നിന്നും കൃത്യമായ കണക്കുകൾ ശേഖരിച്ച് വരേണ്ടതുണ്ട്. അതിൻ്റെയൊക്കെ ഒരു നടപടികൾ ഇനി അടുത്ത ദിവസം മുതൽ തന്നെ നടക്കുകയുള്ളൂ. ഇപ്പോൾ ഏതായാലും പൊതു കാര്യങ്ങളായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യുക. സർക്കാരിന് അനുകൂലമാകുന്ന കാര്യങ്ങൾ ഏതായാലും നിലവിൽ ഇപ്പോൾ ചേർന്നിരിക്കുന്ന സെക്രട്ടേറിയറ്റിൽ അതിന് ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗങ്ങളിലെല്ലാം ഉയർന്നു വന്നിരിക്കുന്ന ഒരു പൊതുവികാരം ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടിയായി CPM-നെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായിരുന്നത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDF-ന് അനുകൂലമായി എന്നതാണ്. എന്നാൽ ന്യൂനപക്ഷ വോട്ടുകൾ കുറച്ചെങ്കിലും പ്രത്യേകിച്ചും മലബാറിൽ CPM-നും അനുകൂലമായിട്ട് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് പല ജില്ലാ നേതൃത്വങ്ങളും വിലയിരുത്തുന്നത്. ആ തരത്തിൽ 72 സീറ്റ് മുതൽ 82 സീറ്റ് വരെ എത്താൻ കഴിയും. ഏത് അങ്ങേ അറ്റം പോയി കഴിഞ്ഞാലും അങ്ങനെ എത്താൻ കഴിയും. ഭരണ തുടർച്ച ഉണ്ടാകുമെന്നൊരു വിലയിരുത്തലാണ് ഉള്ളത്. ഏതായാലും ഇന്നത്തെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നില്ല. ബാക്കി പ്രധാനപ്പെട്ട എല്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളും പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രി കണ്ണൂരിലായതിലാണ് പങ്കെടുക്കാതിരിക്കുന്നത്. ഇനി ഏതായാലും വരും ദിവസങ്ങളിലും ഈ നേതൃയോഗങ്ങൾ ഉണ്ടാകും. ശരി, എന്തായാലും AK സ്റ്റെഫിൻ നൽകുന്ന വിവരമനുസരിച്ച് നേതൃയോഗം തുടങ്ങി. അവലോകനത്തിന്റെ വിശദാംശങ്ങൾ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് വ്യക്തമാകും. അതേസമയം നിയമസഭാ തെരഞ്ഞെടുപ്പ് വിലയിരുത്താനുള്ള CPM സെക്രട്ടേറിയറ്റ് നടക്കുന്നതിനിടയിൽ CPIM ചില വിലയിരുത്തലുകളിലേക്ക് എത്തിയിട്ടുണ്ട്.